ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. വെൽക്കം ബാക്ക്. നിങ്ങൾ സ്പോട്ടിഫൈയിൽ ഞങ്ങളെ ഫോളോ കൂടി ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യണത് ഫോളോ ബട്ടൺ അതോടെ ഒന്ന് പ്രസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് റേറ്റിംഗ് തരാവുന്നതാണ്. 5 സ്റ്റാർ റേറ്റിംഗ് തരുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിലും മാത്രമല്ല, ഞങ്ങൾ ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും യൂട്യൂബ് മ്യൂസിക്കിലും പിന്നെ ജിയോ 7, പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ FM അങ്ങനെ കിട്ടാവുന്ന പ്ലാറ്റ്ഫോമുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഞങ്ങളെ കേൾക്കാവുന്നതാണ്. ആൻഡ് യൂട്യൂബിൽ ഞങ്ങളെ കേൾക്കുന്നവർക്ക് ഞങ്ങളുടെ മെജോറിറ്റി ഓഡിയൻസ് യൂട്യൂബിലാണെന്ന് പറയാം. അപ്പം യൂട്യൂബിൽ ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ടൈം ചെക്ക് 79 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഞങ്ങളുടെ ആ ഒരു മൈൽ സ്റ്റോണിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 50 കഴിഞ്ഞു, ഇനിയിപ്പോൾ 100ആണ്. അപ്പോൾ യൂട്യൂബിൽ വന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ ക്ലിക്കിംഗ്. ആൻഡ് ഞങ്ങൾ മറ്റ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് കാണാം, അല്ലെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് കാണാം. അപ്പോൾ റീസെന്റ് ഞങ്ങളുടെ ബിഗ് ബോസ് ഫിനാലെ എപ്പിസോഡ് 2K ക്രോസ് ചെയ്തു. സിനിമയിലാണെങ്കിൽ ഭ്രമയുഗം എപ്പിസോഡ് 1K. അപ്പൊ അങ്ങനെ ഞങ്ങള് ഓരോരോ മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. നിങ്ങള് വീണ്ടും വീണ്ടും വന്ന് ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നതിന് അതിന് തന്നെ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പിന്നെയും വന്ന് കാണുന്നു. ഞങ്ങളുടെ ഒരു ചാനലൊരു 92% അങ്ങനെ എന്തോ ആണ് കാണിച്ചത്. അത്രയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടാനായിട്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. മിസ്റ്റർ ദിഗംബരൻ സോളോ സ്പെഷ്യൽ. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിവേസ്, എന്താണേലും ഇന്ന് ചാനലിലെ മറ്റ് മെമ്പേഴ്സിനൊക്കെ ഞാൻ ലീവ് കൊടുത്തിരിക്കുകയാണ്. ചക്രവാണി കഴിഞ്ഞ ഇതിന്റെ ഞങ്ങള് വിജയുടെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തിരുന്നു. അത് സ്പോട്ടിഫൈയിലുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞിരുന്നു ചക്രവാണി ഒരു കുറച്ച് നാളത്തേക്കൊന്നൊരു വെക്കേഷനിലാണ്. അപ്പം UDCയും മറ്റ് ചില തിരക്കുകളിൽ പെട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടാണ് എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് വേറൊരു കാര്യം കൂടെ. ഞങ്ങള് എപ്പിസോഡുകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങാൻ മാത്രമുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് പോലത്തെ ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് സ്പോട്ടിഫൈ ആണ്. അവിടെ മെമ്പർഷിപ്പ് പൈസ ഒന്നും ഇല്ല, ഫ്രീ ആണ്. ബട്ട് എന്താ പറയുന്ന ഏർലി ആക്സസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സെറ്റപ്പുകൾ ഉണ്ടല്ലോ യൂട്യൂബ് ചാനലുകൾക്ക്. അപ്പൊ അങ്ങനത്തെ ഞങ്ങളുടെ ഒരു സോർട്ട് ഓഫ് ഏർലി ആക്സസ് പരിപാടിയാണ് സ്പോട്ടിഫൈ. റെക്കോർഡ് ചെയ്ത ഉടനെ തന്നെ സ്പോട്ടിഫൈയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടും. അങ്ങനെ എന്തെങ്കിലും പുതിയ എപ്പിസോഡ് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടേക്ക് ഇങ്ങനത്തെ അപ്ഡേറ്റ്സുകളൊക്കെ ഇടാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ അനാഥ പ്രേതം പോലെ അങ്ങനെയും കിടക്കുകയാണ്, ആരും ഇല്ലാണ്ട്. അതവിടെ കിടക്കട്ടെ. ബട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെയും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. എല്ലായിടത്തും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. അപ്പം പറഞ്ഞു തന്നെ ഇതാണ്. ഇപ്പൊ സ്പോട്ടിഫൈയിൽ ഇങ്ങനെ എപ്പിസോഡുകളൊക്കെ ഇടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് നോക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും, കാരണം യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുന്നതുകൊണ്ട് എന്താ പറയുക, ചില സമയങ്ങളിലൊക്കെ താമസിക്കാറുണ്ട്. എപ്പിസോഡ് ചെയ്തത് കഴിഞ്ഞ മാസമാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വീഡിയോ ഇടുന്നത്. പണ്ടെങ്ങോ ചെയ്ത ആപ്തമിത്രയുടേത്, അല്ലെങ്കിൽ ആപ്തരക്ഷകയുടേത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം എന്താ പറയുന്നത്, അപ്പൊ അതുപോലെ കുറച്ച് ലേറ്റ് ആവാറുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്പോട്ടിഫൈയിൽ ഞങ്ങളെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ അപ്പപ്പോ തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ വന്നിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ലോങ് ഫോർമാറ്റ് കണ്ടന്റ് ആണ് നമ്മുടെ ചാനലിന്റെ ഒരു പ്രത്യേകത. അപ്പം അത്രയും നീളമുള്ള കണ്ടന്റ് ആയിട്ട് പോലും
ചിലപ്പം 2 hours ഒക്കെ എടുക്കാറുണ്ട്. 1 hour 1:45 ഒക്കെയാണ് മിക്കവാറും വരാറ്. അത്രയും നീളമുള്ള എപ്പിസോഡ്സ് ആണെങ്കിലും ഞങ്ങളെ കേൾക്കുന്നതുകൊണ്ട്, അതിനുള്ള പേഷ്യൻസ് കാണിക്കുന്നതുകൊണ്ട് അതിന് തന്നെ എനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്സും പിന്നെന്താ പറയുന്നത്, ഷോർട്ട് ഫോർമാറ്റ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിനിമ തന്നെ അത്രയധികം എൻഗേജിങ് അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ബോറിങ് അല്ലെങ്കിൽ ഡ്രാഗ് ലാഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. അത് നമ്മുടെ ഒരു കുഴപ്പമാണ്, നമ്മുടെ കണ്ടന്റ് ഫോർമാറ്റ് മാറിയതിന്റെ ഒരു പ്രശ്നമാണ്. ബട്ട് എനിവേസ്, അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇതൊക്കെ കേൾക്കുന്നത് തന്നെ എനിക്ക് പേഴ്സണലി ഒരു താങ്ക് യു പറയാനുണ്ട്. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് ഇൻട്രോ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. ഓക്കെ, നാളെ ഐ മീൻ 27th കൽക്കി ഞാൻ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ കനഡയില് കൽക്കി റിലീസ് ഉണ്ട്. ഐമാക്സ് വേർഷൻ കാണാനായിട്ട് ഐമാക്സ് റിലീസ് ഉണ്ടെന്ന് കേട്ടു, ബട്ട് ഇവിടെ ഞാൻ കണ്ടില്ല. I mean, ഇനിയിപ്പോ വേറെ പ്രോവിൻസുകളിലൊക്കെ ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനുള്ള സ്ഥലത്ത് എന്തായാലും ഇല്ല. അതൊരു എന്താ പറയുന്ന ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും എന്താ പറയുന്നത്, ബിഗ് ബഡ്ജറ്റിൽ ഒരു പടം വരിക, അതും അതിന്റെ VFX കാര്യങ്ങളൊക്കെ അത്രയും ഇതിൽ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പൊ അതിന്റെ ഒരു ഫുൾ ഗ്ലോറിയിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്. ബട്ട് എനിവേസ്, എന്നാലും നല്ല തിയേറ്ററാണ്. എന്നാണേലും പോയി കാണാൻ പോവാണ്. അപ്പൊ നാളെ ഞാൻ ഈ വീഡിയോ കുറച്ച് നാൾ മുമ്പ് നേരത്തെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്, ബട്ട് ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്. അപ്പൊ എന്താണേലും കൽക്കി കൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൽക്കി സിനിമ ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ പ്രോജക്ട് കെ എന്നുള്ള പേരിലാണ് ഇത് വന്നിരുന്നത്. അപ്പോഴ് ഓക്കെ, കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടായെന്നുള്ളതല്ലാണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് അത്ര വലിയ ഹൈപ്പൊന്നും എനിക്ക് ആദ്യം വന്നില്ല. ഒബിയസ്ലി പിന്നെ പ്രഭാസിന്റെ പടം കൂടെയാണ്. നമുക്ക് ഈ ബാഹുബലിക്ക് ശേഷം പുള്ളിക്കൊരു ഒരു ദുരന്ത സ്ട്രീക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. സാഹോ ആക്ച്വലി ഞാൻ കണ്ടപ്പം എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതല്ലാണ്ട് അങ്ങനെ ഭയങ്കര ദുരന്തമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ചുമ്മാ കണ്ടോണ്ടിരിക്കാം എന്നുള്ളതല്ലാണ്ട്. ആഹ് അപ്പൊ അങ്ങനെ സാഹു, പിന്നെ വന്ന രാധേശ്യാം ഞാൻ കണ്ടില്ല, അതിന്റെ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട്. പിന്നെ ആദിപുരുഷ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പുള്ളിക്കൊരു അങ്ങോട്ടൊരു ലക്ക് വരുന്നില്ലായിരുന്നു. അപ്പം മേ ബി പുള്ളിയുടെ ആ ഒരു ഇത് ദുരന്ത സ്ട്രീക്ക് അവസാനിപ്പിച്ച്, പിന്നെ നമ്മുടെ സലാർ ഞാൻ കണ്ടതാണ്. അപ്പം അത് അവസാനിപ്പിച്ച് പുള്ളിക്കൊരു ഒരു കംബാക്ക് എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു ബാഹുബലി അതിനേക്കാളും അപ്പുറത്തെ ലെവലിലാണ് ഇത് റെഡി ആവുന്നത് കേട്ടോ, ഇൻ ടേംസ് ഓഫ് ഗ്രാൻഡ്യൂർ. അപ്പം അങ്ങനെയുള്ള ഒരു പടം. അപ്പൊ ഈ കൽക്കിനെ കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ മിത്തോസ് ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും ഇതിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പം ഇതിന്റെ ഈ ഒരു റിലീസ് ട്രെയിലറും മറ്റേ ടീസറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, പിന്നെ അതിന്റെ മിത്തോസിനെ കുറിച്ച് ജസ്റ്റ് ഒന്നൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പടത്തിനോടുള്ള എക്സ്പെക്ടേഷൻസ് കൂടി. അപ്പം ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതിനേക്കാളും ഇപ്പൊ എനിക്ക് ഈ പടത്തിലെ ഏറ്റവും വലിയ, എന്നെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് കമൽഹാസൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയാണ്. ഒബിയസ്ലി അമിതാഭ് ബച്ചൻ ഉണ്ട്, പ്രഭാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും കമൽഹാസൻ വില്ലൻ റോൾ ചെയ്യുന്നു. കലിയുടെ അവതാരമായിട്ട്, അല്ലെങ്കിൽ കലി പുരുഷൻ ആയിരിക്കാം എന്ന് പറയപ്പെടുന്നു. സുപ്രീം ലീഡർ യാസ്കിൻ എന്നാണ് ഇതിന്റെ അകത്ത് പുള്ളി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുന്നത്, എംപറർ പാൽപറ്റീൻ അല്ലെങ്കിൽ സ്നോക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്റ്റാർ വാർസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഡ്യൂണിലാണെങ്കിൽ ഒരു എംപറർ ഉണ്ട്. അപ്പൊ ആ ഒരു ഒരു ടൈപ്പ് ഓഫ് ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെന്റ് നടത്തുന്ന ഒരു ഡിക്റ്റേറ്റർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡിന്റെ മേൽ കൺട്രോൾ ഉള്ള ഒരു മനുഷ്യൻ. അപ്പൊ അത് അങ്ങനത്തെ ഒരു റോൾ നമ്മുടെ ആണ്ടവർ ചെയ്യുമ്പോൾ, ഞാനൊരു കമൽഹാസൻ ഫാനാണ്, ഈ ചാനലിലുള്ള പലരും
നമ്മള് കമലഹാസൻ ക്ലാസിക്സ് എന്ന് പറഞ്ഞൊരു എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോ അതാണ് എന്നെ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കലി എന്നുള്ള ഒരു റോള് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇതിന്റെ ഒരു മിത്തോസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇരുന്ന് തപ്പി നോക്കിയപ്പോൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് കൽക്കി 2898 AD എന്നുള്ളതിലെ 3 വേൾഡ് ആയിട്ടാണ് ഇതിലെ എന്താ പറയുന്നത് ക്യാരക്ടർ സെറ്റിങ്സ് ഒക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ക്യാരക്ടർ ആൻഡ് സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ പോയിരിക്കുന്നത്. അപ്പൊ ഈ 3 വേൾഡ് എന്ന് പറയുന്നത് കാശി, കോംപ്ലക്സ്, പിന്നെ ശംബാല, അങ്ങനെ 3 സ്ഥലങ്ങളായിട്ടാണ് ഈ വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൽക്കി 2898 AD നടക്കുന്ന വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് കാശി എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടായപ്പോൾ ആദ്യത്തെ നഗരമായിട്ട് അറിയപ്പെടുന്നത് കാശി എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. കാശി ഓർ വാരണാസി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാശി തന്നെ വേൾഡ് ഒരു എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് അതിലെ ലാസ്റ്റ് സിറ്റി ആയിട്ട് മാറുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് കൽക്കി 2898 AD യുടെ ഒരു തീം വരുന്നത്. One of the ideas from which Kalki 2898 AD is being created. അപ്പം കാശിയിലെ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലെ എന്താ പറയുക ഹീറോ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിലെ ഹീറോ ആയിട്ട് വരുന്ന, പ്രൊട്ടഗനിസ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ പ്രഭാസിന്റെ ക്യാരക്ടറിന്റെ പേര് ഭൈരവ എന്നാണ്. ഭൈരവ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. അപ്പൊ ഭൈരവ കാശിയിലെ ആളാണ്, കാശിയിൽ നിന്നുള്ള ആളാണ്. കാശിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാശി ഗംഗാനദി ടോട്ടലി വറ്റി വരണ്ട് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ അവിടെ വെള്ളമില്ല. ഗംഗാനദി എന്ന് പറയുന്നത് ഒരു ലൈഫ് ഗിവർ നദിയാണല്ലോ. അങ്ങനെയുള്ള ലൈഫ് ഗിവർ നദി തന്നെ വറ്റി വരണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ വെള്ളമില്ല, ഗ്രീനറി ഒന്നുമില്ല, അതായത് വെള്ളമില്ല, ക്ഷാമം, പിന്നെ പട്ടിണി, ദാരിദ്ര്യം, അതുപോലെ തന്നെ ഓക്സിജൻ ലെവലും വളരെ കുറവാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ജീവിതം തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് പോലുള്ള ഒരു അവസ്ഥയിലാണ് കാശിയുള്ളത്. അപ്പം ഈ കാശിയിൽ നിന്ന് വരുന്ന ആളാണ് ഭൈരവ. ഭൈരവ ഒരു ബൗണ്ടി ഹണ്ടർ ആണ്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നവര്, നമ്മൾ പടം കാണുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് BNB സീരീസ്. അതായത് ബുജി ആൻഡ് ഭൈരവ എന്ന് പറഞ്ഞിട്ട് 2 എപ്പിസോഡുള്ള ഒരു ആനിമേറ്റഡ് സീരീസ് പോലെ 2 എപ്പിസോഡേ വന്നിട്ടുള്ളൂ. അപ്പൊ അത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, അത് നിങ്ങൾ കാണുക. അപ്പൊ അതില് ഭൈരവയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വേൾഡ് എങ്ങനെയാണ്, അതിലേക്ക് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ. അപ്പൊ ഈ കൽക്കിയിലെ ഇവന്റ്സ് നടക്കുന്നതിന് 2 years മുമ്പുള്ള സ്റ്റോറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതില് ബുജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒരു കുഞ്ഞ് റോബോട്ട് പോലെ ഒരു സാധനമുണ്ട്. അത് നമ്മുടെ കീർത്തി സുരേഷാണ് അതിന് വോയിസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബുജി ഈ രണ്ടാമത്തെ വേൾഡ് ഉണ്ട്, കോംപ്ലക്സ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഹൈലി അഡ്വാൻസ്ഡ് ആയാൽ ഏത് ലെവലിൽ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ ഷേപ്പിലുള്ള ആകാശത്ത് സ്കൈയുമായിട്ട് ഏതാണ്ട് 1 kilometer ഇൻടു ദ സ്കൈ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് സിറ്റി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പറക്കും നഗരം എന്ന് പറയാം. നമ്മുടെ ഈ അവതാറിന്റെ അകത്തൊക്കെ കാണുന്ന മറ്റേ ഫ്ലോട്ടിംഗ് മൗണ്ടൻസ് ഉണ്ടല്ലോ, അതുപോലെ. അല്ലെങ്കിൽ അവഞ്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷീൽഡിന്റെ ഹെലികാരിയർ പോലെ ഉള്ള ഒരു സെറ്റപ്പ്, ഒരു ഇൻവേർട്ടഡ് പിരമിഡിന്റെ തലകീഴായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു പിരമിഡിന്റെ ഷേപ്പിലുള്ള ഒരു സിറ്റി. അവിടെ എല്ലാം ഉണ്ട്. അതായത് വെള്ളം, മരങ്ങള്, മൃഗങ്ങള്, എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട്. വെള്ളം, നല്ല ഫുഡ്, ഫ്രഷ് വെജിറ്റബിൾസ്, എല്ലാ തരം സെറ്റപ്പും ഉണ്ട്.
അങ്ങനെ ഒരു ബേസിക്കലി ഈ ലോകത്തിലെ ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്തത്, ഞാൻ ഫ്യൂരിയോസ് ഞങ്ങളെ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ട് മാഡ് മാക്സുമായിട്ടാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ മാഡ് മാക്സിന്റെ അകത്ത് ഫ്യൂരി റോഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നമ്മുടെ വില്ലൻ ക്യാരക്ടർ ഉണ്ടല്ലോ, വില്ലൻ ക്യാരക്ടറിന്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് ഇതുപോലെയാണ്. അതായത് താഴെയുള്ളവരൊക്കെ പട്ടിണിയും ദാരിദ്ര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങേരുടെ കയ്യിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. പുള്ളിയുടെ വൈഫ്, സോറി, ബ്രീഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. വെള്ളമുണ്ട്, മരങ്ങള്, കഴിക്കാനായിട്ട് ഭക്ഷണം, എല്ലാ സംഭവമുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പൊ അതുമായിട്ടാണ് എനിക്ക് ഈ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്, ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന സംഭവമായിട്ട്. ആം, അപ്പം അതുമായിട്ടൊരു ഒരു അൺകാനി, എന്താ പറയുന്ന, ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് വേണം പറയാം. അപ്പം കാശിയിലുള്ളവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 1 മില്യൺ യൂണിറ്റ്സ് വേണം ഈ കോംപ്ലക്സിലോട്ട് പ്രവേശിക്കാനായിട്ട്. അപ്പൊ 1 മില്യൺ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു, എന്താ പറയുന്നേ, നമ്മളോട് ഇപ്പൊ പറയാണ് $1 മില്യൺ ഉണ്ടെങ്കിൽ, $1 മില്യൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ എല്ലാവിധ സെറ്റപ്പും ഉള്ള ഒരു സ്ഥലത്തോട്ട് കയറാൻ പറ്റും. സ്വർഗത്തിൽ കയറാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമല്ലോ. നമ്മളാണെങ്കിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുരിതത്തിലും ആണെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് നല്ലൊരു സെറ്റപ്പിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. അതേ സെയിം ഒരു ഇതാണ് നമ്മുടെ പ്രഭാസിന് ഇവിടെ ഇതിനകത്തുള്ളത്. അപ്പം വേണമെങ്കിൽ നമ്മുടെ കമലഹാസൻ ക്യാരക്ടർ ഇതിലൊരു ഇമ്മോർട്ടൻ ജോ എന്നൊക്കെ പറയുന്ന പോലത്തെ, അതായത് മാഡ്മാക്സ് റെഫറൻസ് ആണ് കേട്ടോ. ഇമ്മോർട്ടൻ ജോയിനെക്കാളും കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് സ്റ്റാർ വാർസിലെ എംപറർ പാൽപറ്റീനും ഒക്കെ ആയിട്ടാണ്. കാരണം പുള്ളിയുടെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ ആ കോംപ്ലക്സിൽ കയറി പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഭൈരവയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് പുള്ളി ബൗണ്ടി ഹണ്ടിങ് നടത്തുന്നത്. കാര്യം ഈ വേൾഡിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വേറെ തൊഴിലൊന്നുമില്ല. ഇത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ബൗണ്ടി ഹണ്ടിങ് ആണ്. കാരണം അതിൽ ഒരു ബൗണ്ടിക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ, എന്താ പറയുന്ന, ഒരു എന്തുമാത്രം വേണ്ടപ്പെട്ട, അതായത് പിടികേട്ട പുള്ളി അയാളുടെ ലെവൽ ഓഫ് ബൗണ്ടി അനുസരിച്ച് നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഭൈരവയുടെ ക്യാരക്ടർ. പക്ഷെ ഭൈരവയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൈരവ ഒരു ദുരന്തനായതുകൊണ്ട് ഭൈരവ ഉണ്ടാക്കുന്ന ബൗണ്ടിയൊക്കെ പുള്ളിക്ക് വേറെ രീതിയിൽ ചെലവായി പോകും. അത് നിങ്ങൾ ആ ആനിമേറ്റഡ് സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പുള്ളി ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു ബൗണ്ടീനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയില്ല പുള്ളിക്ക്. അപ്പൊ പുള്ളിയുടെ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ്, ഒരു ഹോവർ ബൈക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. അത് എങ്ങനെയും അതിനും നല്ല പൈസയാവും. അപ്പൊ അതെങ്ങനെയും ഒപ്പിച്ചിട്ട് ബൗണ്ടി കുറെ എണ്ണം പിടിച്ച് 1 മില്യൺ യൂണിറ്റ്സ് ഉണ്ടാക്കി കാശിയിൽ കയറുക എന്നുള്ളതാണ്, അല്ല ഐ മീൻ കാശിയിൽ കോംപ്ലക്സ് കയറുക എന്നുള്ളതാണ് ഭൈരവയുടെ ടാർഗറ്റ്. അപ്പം അങ്ങനെ ഈ ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ കാശിയിലുള്ളവർക്ക് 1 മില്യൺ യൂണിറ്റ്സ് കൊടുത്താണല്ലോ ഇവരകത്ത് കയറുന്നത്. ഈ 1 മില്യൺ യൂണിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് അവർക്കൊരു ലൈഫ് ടൈം തന്നെ വേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ കോംപ്ലക്സിലുള്ള ആൾക്കാർക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അതായത് അത് ഞാൻ മനസ്സിലാക്കിയ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഓരോരോ ബൗണ്ടി പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇവരെ കൊണ്ട് ഓരോ പണിയെടുപ്പിക്കും. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രോമിസ് എന്താണ്, നിങ്ങളെ പ്രോമിസ്ഡ് ലാൻഡിലോട്ട് മദ്യപ്പുഴകളും ഹൂറികളും ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് പണിയെടുപ്പിച്ചിട്ട് അവരെ ഈ പണിയെടുത്ത് അവരുടെ ആയുഷ്കാലം മുഴുവൻ കൊണ്ട് ഈ 1 മില്യൺ യൂണിറ്റ്സ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അവരുടെ കാറ്റ് തീരും. അങ്ങനെ ഫ്രീ ആയിട്ട് അടിമപ്പണി ചെയ്യിക്കുന്ന ഒരു പരിപാടി ഈ ഒരു കോംപ്ലക്സിന്റെ ഒരു ഗവൺമെന്റിനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേക്ക് ഇപ്പം ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഇതിന്റെ മിത്തോസ് അറിയുമ്പോഴാണ് കൂടുതൽ, ഇപ്പൊ ഞാൻ ഇതിന്റെ മെയിൻ മഹാഭാരതമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് കടന്നിട്ടില്ല, ജസ്റ്റ് അതിന്റെ ഒരു പ്രിമേസ് പറയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഭൈരവ നടക്കുന്നത്. ബുജി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. സ്വന്തമായിട്ടൊരു പേഴ്സൺ ആയിട്ട് തന്നെ, അതായത് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദാറ്റ് തിങ്സ് ഇറ്റ്സ് എ പേഴ്സൺ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ബുജി. അപ്പൊ ബുജിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബുജിയുടെ ലക്ഷ്യം കോംപ്ലക്സിൽ കയറി പറ്റുക എന്നുള്ളത് തന്നെയാണ്. ബുജി ഈ കോംപ്ലക്സിലേക്ക്
ഡെലിവറി കൊണ്ടുപോകുന്ന ട്രക്കുകളുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഈ സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടാണ് കാണിക്കുന്ന ആനിമേറ്റഡ് സീരീസിൽ. അപ്പൊ അങ്ങനെ 100ാമത്തെ ഡെലിവറി നടത്താൻ പോവാണ് സക്സസ്ഫുൾ ആയിട്ട്. 100ാമത്തെ ഡെലിവറി നടത്താൻ പോകുന്ന വഴിക്ക് റെബൽസിന്റെ ഏരിയയിൽ വിട്ടിട്ട്, ഈ ശമ്പല എന്ന് പറയുന്ന 3ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് റെബൽസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. അതായത് കോംപ്ലക്സ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം വന്ന് ഒളിച്ചു താമസിക്കുന്ന സ്ഥലമാണ് ശമ്പല. ശമ്പലയിലാണ് ഈ ലോകത്ത് ബാക്കി അവശേഷിക്കുന്ന എല്ലാ റിലീജിയസും അല്ലെങ്കിൽ ബാക്കിയുള്ള കൾച്ചറുകളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ശമ്പല. ഒരു എന്താ പറയുന്നത്, ലാസ്റ്റ് പ്രിസർവേഷൻ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പോലെ. അതായത് ഇപ്പൊ ഈ ലോകത്തുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എങ്ങനെ വിചാരിക്കുക, ഹിറ്റ്ലർ കൺട്രോൾ ഏറ്റെടുത്ത് എല്ലാം അങ്ങോട്ട് കീഴടക്കി, അല്ലെങ്കിൽ ഹിറ്റ്ലർ വേണ്ട, ഏതെങ്കിലും ഒരു ഡിക്റ്റേറ്റർ കൺട്രോൾ ഏറ്റെടുത്ത് എല്ലാം കീഴടക്കി മതങ്ങളും എല്ലാം അങ്ങോട്ട് നശിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇതിന്റെ എല്ലാം അവശേഷിക്കുന്ന ആളുകളെല്ലാം കൂടെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ട് അവശേഷിക്കുന്ന കുറച്ച് പേര് അവരൂടെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന്റെ കംപ്ലീറ്റ് പൈതൃകവും എല്ലാം നഷ്ടപ്പെടും. നമ്മളുടെ ഇതുവരെ നേടിയ നമ്മളുടെ അറിവും എല്ലാം അങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പൊ അവരാണ് അവശേഷിക്കുന്ന മിച്ചമുള്ള ആൾക്കാർ. അവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരു ഇത് ഫോം ചെയ്യുവാണെങ്കിൽ എങ്ങനെയുണ്ട്, ഒരു സിറ്റി ഫോം ചെയ്യുവാണെങ്കിൽ എങ്ങനെയുണ്ട്, അതാണ് ശമ്പല എന്ന് പറയുന്നത്. ഷാങ്ക്രീല എന്ന് പറഞ്ഞിട്ട് ടിബറ്റൻ മിത്തുകളിൽ ഒരു ഇതുണ്ട്, ഒരു മിത്തിക്കൽ സിറ്റി പോലത്തെ നമ്മുടെ ഈ അറ്റ്ലാന്റിസ് ഒക്കെ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അതിന്റെ അങ്ങനത്തെ ആ ഒരു ഇതിൽ നിന്ന്, ഒരു കോൺസെപ്റ്റിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്താണ് ഈ ശമ്പല ഉണ്ടായിരിക്കുന്നത്. കൽക്കി പുരാണത്തില് ഈ ശമ്പല എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ശമ്പലയിലാണ് കൽക്കി ജനിക്കുന്നത്. വിഷ്ണുവ്യാസന്റെയും പിന്നെ പിന്നെ അയ്യോ മറ്റേ ഇതിന്റെ പേര് പറഞ്ഞില്ല, സുമതിയുടെയും വിഷ്ണുവ്യാസന്റെയും മകനായിട്ടാണ് കൽക്കി ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് ഈ ശമ്പലയിലാണ് ജനിക്കുന്നത്. അപ്പം യെസ്, അപ്പൊ ഈ നമ്മുടെ ബുജിയുടെ ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡെലിവറി നടത്താൻ പോവാണ്, 100ാമത്തെ ഡെലിവറി. അപ്പം കുറച്ച് റെബൽസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഇത് ഫെയിൽ ആവുന്നു. അങ്ങനെ ബുജി ആ സ്പേസ് ക്രാഫ്റ്റ് തകർന്ന് പുള്ളിക്കാരി ഒരു ജങ്ക് യാർഡിൽ എത്തിപ്പെടുന്നു. അവിടെ നിന്നാണ് ഭൈരവേനെ മീറ്റ് ചെയ്യുന്നതും പിന്നെ അവർ ഒരുമിക്കുന്നതൊക്കെ. അപ്പൊ ഇവരൊരു പാർട്ട്നേഴ്സ് പോലെയാണ്. അവരൊരു വേണമെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് നമുക്ക് പറയാം. അവരൊരു പാർട്ട്നേഴ്സ്. അവർ രണ്ടുപേരുടെയും ഗോൾ ഒന്നാണ്, എങ്ങനെയെങ്കിലും കോംപ്ലക്സ് കയറുക. അപ്പൊ അതിന് ഇവർക്ക് രണ്ടുപേർക്കും കാര്യം ബുജി അല്ലാണ്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബുജിക്ക് അല്ലാണ്ട് ഭൈരവേനെ കൊണ്ടൊരു നിങ്ങൾ ട്രെയിലറിലൊക്കെ കാണുന്ന ആ ഒരു വണ്ടി ഉണ്ടാക്കിച്ച് ഈ ജങ്ക് യാർഡ് പാർട്സും അല്ലാണ്ട് വേറെ വണ്ടികളുടെ വേറെ പല എക്യുപ്മെന്റ്സിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഇവര് ആ വണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ആ വണ്ടി വെച്ചിട്ട് ബുജി എന്നൊരു ശ്രമം നടത്തി നോക്കുന്നുണ്ട്. പക്ഷെ അത് പാളിപ്പോകും. കാരണം പുള്ളിക്കാരി ഡിസ്കണക്ട് ആയി. ഈ സ്പേസ് ക്രാഫ്റ്റ് മറ്റേ കാരിയർ ക്രാഫ്റ്റ് കൊണ്ട് തകർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, മിഷൻ നടത്തുന്നതിനിടെ തകർന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് അതിൽ പിന്നെ കയറി പറ്റാൻ പറ്റുന്നില്ല. കാര്യം ഡിസ്കണക്ട് ആയതുകൊണ്ട് ഈ കോംപ്ലക്സുമായിട്ട്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ഗോൾ ഒന്നാണ്, എങ്ങനെയെങ്കിലും കോംപ്ലക്സ് കയറി പറ്റുക. അതിനു വേണ്ടിയിട്ട് ബൗണ്ടികൾ പിടിച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കി കോംപ്ലക്സിൽ കയറുക എന്നുള്ളതാണ് രണ്ടുപേരെയും ടാർഗറ്റ്. അപ്പൊ ബുജിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സിൽ കയറി കഴിഞ്ഞിട്ട് ഒരു കോംപ്ലക്സിലുള്ള ഒരു റെസിഡന്റിന്റെ ഒരു പേഴ്സണൽ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ആളായി മാറണം. അങ്ങനെ അതാണ് പുള്ളിക്ക് ഒരു ബുജിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം ബുജിയായിട്ട് ചെയ്യുന്ന നമ്മുടെ കീർത്തി സുരേഷാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇനി ഇവർക്ക് കിട്ടുന്ന ബൗണ്ടിയാണ് സുമതി എന്ന് പറയുന്ന ക്യാരക്ടർ, ദീപിക. അപ്പം ബുജിക്കും ഭൈരവിക്കും വരുന്ന ബൗണ്ടിയാണ് സുമതി, ദീപിക പതുക്കൊണ്ട ക്യാരക്ടർ. അപ്പൊ അതില് സുമതിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് യാസ്കിന്റെ പടത്തലവനായിട്ടുള്ള, അതായത് സുപ്രീം ലീഡർ യാസ്കിൻ, അതായത് നമ്മുടെ കമൽഹാസന്റെ ക്യാരക്ടറിന്റെ ഒരു മെയിൻ സേനാധിപൻ എന്നൊക്കെ പറയുന്ന പോലെ മാനസ് എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്നതനുസരിച്ച് ആ പെണ്ണെ വേണമെന്ന് പറയുമ്പോൾ സുമതി, ഇതിന് ദീപിക പദുക്കോണ്ടെ സുമ 80 അങ്ങനെ എന്തോ ആണ് പറഞ്ഞുകൊണ്ടാണ്, അതായത് സുമതി എന്നുള്ളതിന്റെ സുമ 80 അങ്ങനെ എന്തോ ആണ്
പുള്ളിക്കാരിയുടെ പേര്. അപ്പം പുള്ളിക്കാരിനെ പിടിച്ചോണ്ട് പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. ഈ കുഞ്ഞാണോ കൽക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ബട്ട് മേ ബി ഈ കുഞ്ഞ് വിഷ്ണുവ്യാസ് ആവാനും സാധ്യതയുണ്ട്. വിഷ്ണുവ്യാസിന്റെ മകനാണല്ലോ കൽക്കി. അപ്പം വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. വിഷ്ണുവ്യാസ് ഇപ്പൊ ഒരു ടെർമിനേറ്റർ, എന്താ പറയുന്നത്, സാറ കോണർ എന്നൊക്കെ പറയുന്ന പോലത്തെ, ജോൺ കോണറിനെ കൊല്ലാൻ വേണ്ടി ടെർമിനേറ്ററിനെ വിടുന്ന പോലെ ബൗണ്ടി വിടുകയാണ് സുമതിയുടെ വയറ്റിലുള്ള കുട്ടീനെ കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ സുമതിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട്. കാര്യം ആ കുട്ടിയിൽ നിന്നാണ് എന്തായാലും അതിനെന്തെങ്കിലും ഒരു ഇത് കാണും. വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ സുമതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളായിട്ടാണ് അശ്വത്ഥാത്മാവ് വരുന്നത്. അപ്പം വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സുമതിയുടെ ക്യാരക്ടർ ഉണ്ടാകുന്ന കുട്ടി ഇതിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാല് ചിലപ്പം ഇവരായിരിക്കണമെന്നില്ല. കാര്യം ഇതിൽ ദുൽഖർ ഉണ്ടെന്ന് പറയുന്നു, മൃണാൽ താക്കൂർ ഉണ്ടെന്നും പറയുന്നു. അപ്പൊ അവര് രണ്ടുപേരും ആയിരിക്കും കൽക്കിയുടെ അച്ഛനും അമ്മയായിട്ട് വരുന്നതെങ്കിൽ മേ ബി ഇതൊരു ചുമ്മാ, അതായത് ശത്രുക്കളെ ദിശ തിരിച്ച് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നമ്പറായും വേണമെങ്കിൽ കാണാം. അതായത് ഈ കുട്ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് മറ്റവരെ സേഫ് ആക്കിക്കൊണ്ട് ഇവരുടെ പുറകെ ടാർഗറ്റ് തിരിച്ചു വിടുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ആവാം, എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കൽക്കി അല്ലെങ്കിൽ കൽക്കിയുടെ പേരൻസിൽ ഒരാളായിരിക്കാം ചിലപ്പോൾ ദീപിക പതുക്കോന്റെ വയറ്റിലുള്ളത്, അതായത് സുമതിയുടെ വയറ്റിലുള്ളത്. മേ ബി, വി ഡോണ്ട് നോ. അപ്പം അശ്വത്ഥാത്മാവിനെ കുറിച്ച് പറയാം. അതിനു മുമ്പിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ 4 യുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പുരാണങ്ങളിലുള്ള 4 യുഗങ്ങളാണ്: സത്യയുഗം അഥവാ കൃതായുഗം, പിന്നെ ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ ഈ കൃതയുഗത്തിൽ നിന്ന് അല്ലെങ്കിൽ സത്യയുഗത്തിൽ ഇതൊരു സൈക്കിള് പോലെയാണ് ഈ 4 യുഗങ്ങളും പോകുന്നത്. അതായത് ഒരു യുഗം അവസാനിക്കുമ്പോൾ അടുത്തത് തുടങ്ങും, പിന്നെ അടുത്തത് തുടങ്ങും, അങ്ങനെ എല്ലാം കൂടെ ലാസ്റ്റ് കലിയുഗത്തിൽ അവസാനിക്കും, പിന്നെയും ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇതൊരു സൈക്കിള് പോലെയാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു നെവർ എൻഡിങ് സൈക്കിൾ, ഒരു ഓറബോറസ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് സ്വന്തം വാല് വിഴുങ്ങുന്ന ഒരു പാമ്പുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ, അതുപോലെ ഒരു 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 ഇൻഫിനിറ്റ് ലൂപ്പ് പോലെ കാണിക്കുന്ന ഒരു റെപ്രസെന്റേഷനാണ്. അപ്പൊ അതുപോലെ ഈ 4 യുഗങ്ങളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 4 യുഗങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഈ സത്യയുഗത്തിൽ അല്ലെങ്കിൽ കൃതയുഗത്തിൽ 100% നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാവരും നല്ലവരായിരിക്കും. പിന്നെ അതിലെ ആവറേജ് ഹ്യൂമൻ ഹൈറ്റ് എന്ന് പറയുന്നത് 9 ഫീറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ത്രേതയുഗത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഈ റേഷ്യോ ഒന്നുകൂടെ കുറയും. 75% നല്ലവര്, 25% ദുഷ്ടന്മാര്. അന്നേരത്തെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 8 അടി, 8 ഫീറ്റ്, 8 അടിയായിരിക്കും അന്നേരത്തെ ആൾക്കാരുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ത്രേതയുഗമാണ് രാമായണ കാലം. രാമായണം സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രേതയുഗത്തിലാണ്. പിന്നെ അടുത്തത് വരുന്നത് മഹാഭാരത കാലമാണ്. അത് ദ്വാപര യുഗത്തിലാണ് നടക്കുന്നത്. അന്നേരം 50% നല്ലവരും 50% ദുഷ്ടന്മാരും ആയിരിക്കും. ഈ ഈ അന്നേരത്തെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 7 അടിയാണ്. അപ്പൊ ഈ മഹാഭാരത കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ദ്വാപര യുഗത്തിൽ നിന്നാണ് നമ്മുടെ അശ്വത്ഥാത്മാവ് വരുന്നത്. ദ്വാപരയുഗം എൻഡ് ചെയ്തിട്ട് പിന്നീട് വരുന്നത് കലിയുഗമാണ്. ഇപ്പൊ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് കലിയുഗത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. കലികാലം എന്നൊക്കെ കേട്ടില്ലേ, അതാണ്. അപ്പം കലിയുഗത്തില് ഈ ഹൈറ്റിന്റെ കാര്യം ഞാൻ പറയാന്ന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അമിതാഭ് ബച്ചൻ ചെയ്യുന്ന ക്യാരക്ടർ, അതായത് അശ്വത്ഥാത്മാവിന്റെ ക്യാരക്ടർ, ഈ കലിയുഗത്തിലെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 6 അടിയാണ്. ഇതില് 25% നല്ല ആൾക്കാരും ബാക്കി 75% ദുഷ്ടന്മാരുമാണ്, വെറും തെണ്ടികളായിരിക്കും. അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ. അതുപോലെ ആണല്ലോ, ഈ ആൾക്കാരെ നമുക്ക് തീരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബിട്രേ ചെയ്യുന്നു. കലിയുഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് പണമാണ് അവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതായത് ഭയങ്കര കൊടിയ ക്ഷാമവും കൊടുങ്കാറ്റും ദുരന്തവും ദുരിതങ്ങളും വരൾച്ചയും
പിന്നെ എന്താ പറയുന്നേ, ജീവനോടുള്ള ആൾക്കാർക്കാണെങ്കിൽ പണം തന്നെയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഇത് നടക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ രീതിയിലുള്ള ഒരു 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 വൃത്തികെട്ട യുഗം ആണ് കലിയുഗം എന്നാണ് പറയുന്നത്. നമ്മളിപ്പം അത്രയും വലിയ ദുരന്തങ്ങളിലോട്ടൊന്നും പോയിട്ടില്ലെങ്കിലും ഏതാണ്ടൊക്കെ കുറെയൊക്കെ ഇതിന്റെ പല എലമെന്റ്സും ലോകത്തിലെ പല ഭാഗങ്ങളിലുമായിട്ടൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കലിയുഗത്തില് സെറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കൽക്കി എന്ന് പറയുന്നത്. അതായത് കലിയുഗം കലിയുഗം എപ്പോൾ എൻഡ് ചെയ്യും എന്ന് പറയുന്നത് കൽക്കിയുടെ അവതാരത്തോടെയാണ് കലിയുഗം എൻഡ് ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണൻ മരിക്കുന്നിടം തൊട്ട് തുടങ്ങുകയാണ് കലിയുഗം. പിന്നീട് അത് എൻഡ് ചെയ്യുന്നത് വിഷ്ണുവിന്റെ ലാസ്റ്റ് അവതാരമായിട്ടുള്ള കൽക്കി വരും. അതായത് ഒരു അവതാരം മരിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങുന്ന യുഗം ഈ കലിയുഗം തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് മറ്റൊരു അവതാരം ജന്മം എടുക്കുമ്പോഴാണ്. അതായത് ഒരു മരണത്തിൽ നിന്ന് തുടങ്ങി ഒരു ജന്മത്തിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ. ജന്മത്തിൽ എന്ന് പറഞ്ഞാൽ കൽക്കി വന്ന് കലിയെ കൊന്നു കഴിയുമ്പോഴാണ് കലിയുഗം എൻഡ് ചെയ്യുന്നത്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് ഒരു മരണത്തിൽ തുടങ്ങി ഒരു മരണത്തിൽ അവസാനിക്കുന്നതാണെന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു മരണത്തിൽ തുടങ്ങി ഒരു ജന്മത്തിൽ അവസാനിക്കുന്ന, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ കൽക്കിയുടെ ജന്മത്തിൽ തുടങ്ങി കലിയുടെ മരണത്തിൽ അവസാനിക്കുന്ന, അല്ല അങ്ങനെ പറയേണ്ടതില്ല, എന്താണെങ്കിലും എനിവേസ് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഈ കൽക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. അശ്വത്ഥാത്മാവിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ്വാപര യുഗത്തിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞല്ലോ. അശ്വത്ഥാത്മാവിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മഹാഭാരതമൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കഥകൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. ദ്രോണാചാര്യരുടെ മകനാണ്. അതായത് നമ്മുടെ പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ ഗുരുവായിട്ടുണ്ടായിരുന്ന ദ്രോണാചാര്യർ. ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാത്മാവ്. അപ്പൊ അശ്വത്ഥാത്മാവ്, എന്തുകൊണ്ടാണ് അശ്വത്ഥാത്മാവ് എന്നുള്ള പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി ജനിച്ചു കഴിഞ്ഞപ്പോൾ കുതിരയുടെ ശബ്ദം, അതായത് അശ്വത്തിൻ്റെ സമാനമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിച്ചത് കൊണ്ടാണ് അശ്വത്ഥാത്മാവ് കുതിരയുടെ ശബ്ദം പുറപ്പെടുവിച്ചതിന്, അല്ലെങ്കിൽ കുതിരയുടെ ശബ്ദത്തോട് സാമ്യമുള്ള ശബ്ദം പുറപ്പെടുവിച്ചെന്നോ എങ്ങനെയാണെങ്കിലും എടുക്കാം. അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നാണ് അശ്വത്ഥാത്മാവ് എന്നുള്ള പേര് പുള്ളിക്ക് വന്നത്. അപ്പം ഈ അശ്വത്ഥാത്മാവിന് ദ്രോണാചാര്യര് ശിവന് തുല്യനായിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മകനെ വേണം എന്നുള്ള രീതിയിൽ, അത്രയും വാലിയന്റ് ആയിട്ടുള്ള ഒരു മകനെ വേണം എന്നുള്ള രീതിയിൽ തപസ്സിരുന്ന്, ഗുഹയിലൊക്കെ പോയിരുന്ന് തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി നേടിയ മകനാണ് അശ്വത്ഥാത്മാവ്. അപ്പൊ അശ്വത്ഥാത്മാവ് ജനിച്ചപ്പോൾ തന്നെ പുള്ളിയുടെ നെറ്റിയിൽ ഒരു ചൂടാമണി, ഒരു ജെം ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻഫിനിറ്റി വാറിലെ വിഷന്റെ ഒക്കെ തലയിൽ ഇരിക്കുന്ന പോലെ ഒരു മൈൻഡ് സ്റ്റോൺ പോലെ ഒരു ജെം ഉണ്ട് പുള്ളിയുടെ നെറ്റിയിൽ. ആ ജെം ഉള്ളിടത്തോളം കാലം പുള്ളിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഇമ്മോർട്ടലാണ്, ഒരു ചിരഞ്ജീവിയാണ് പുള്ളി. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അശ്വത്ഥാത്മാവ്. അപ്പം ഈ ചൂടാമണി എന്ന് പറയുന്നത് ശിവൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ അമിതാഭ് ബച്ചന്റെ നെറ്റിയിൽ ആ ഒരു ജെമ്മ് പോലത്തെ ഒരു ഐറ്റം കാണാം ട്രെയിലറിൽ. അപ്പം അശ്വത്ഥാത്മാവ് കൗരവരുടെ സൈഡിലാണ് ചേർന്നത് മഹാഭാരത യുദ്ധത്തില്. അപ്പം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഭയങ്കര ടാലന്റഡ് ആണ്. നാരായണാസ്ത്രം തൊട്ട് ബ്രഹ്മാസ്ത്രം വരെയുള്ള പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണ് അശ്വത്ഥാത്മാവ്. ഭയങ്കര വലിയൊരു പോരാളിയാണ്. ഒരു എന്താ പറയുന്നത്, നിയർലി അൺഡിഫീറ്റബിൾ വാറിയർ എന്നൊക്കെ പറയുന്ന പോലെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ പുള്ളി ദുര്യോധനന്റെ സൈഡിലാണ് ചേരുന്നത്. അപ്പം പാണ്ഡവരുടെ ഈ മഹാഭാരത യുദ്ധത്തില് ഘടോത്കചനെ അടക്കം പലരെയും പുള്ളി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വാറിയറാണ് അശ്വത്ഥാത്മാവ്. ഇതില് നമ്മുടെ ദുര്യോധനനെ ഭീമസേനൻ ഗദായുദ്ധത്തിൽ അടിച്ച് തൊടയടിച്ച് പൊട്ടിച്ച് പുള്ളി മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ അശ്വത്ഥാത്മാവും പിന്നെ കൃതരും പിന്നെ വേറെ ഒരാളും കൂടെ, ആരാണെന്ന് ഞാൻ മറന്നു, അങ്ങനെ 3 വാറിയേഴ്സ് പോയിട്ട് പുള്ളിനെ പോയി കാണുന്നുണ്ട്. അപ്പം അങ്ങനെ പോയി കാണുന്ന സമയത്തേക്ക് ഇവര് പോയി റിവെഞ്ച് പ്ലാൻ ചെയ്യുന്നതും ഇങ്ങനെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട്, അന്നേരമാണ് ഒരു എന്താ പറയുന്നത്, ഈ മഹാഭാരത ചരിത്രത്തിലൊരു
ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു സംഭവം അരങ്ങേറുന്നത് ഈ ഒരു ഇവന്റിന് ശേഷമാണ്. അതായത് ഇവര് മൂന്ന് പേരും കൂടെ പോയിട്ട് ഉം, കൃതരല്ല കേട്ടോ, കൃപയും പിന്നെ കൃതവർമ്മയും, ഈ കൃതവർമ്മ, അശ്വത്ഥാർണവ് ഇവര് മൂന്ന് പേരും കൂടെ പാണ്ഡവരുടെ ക്യാമ്പ് രാത്രി പോയി അറ്റാക്ക് ചെയ്യും. അപ്പൊ അവിടെ പുള്ളി പോകുന്ന സമയത്ത് അവിടെ ശിവൻ ഇവരുടെ ഈ പാണ്ഡവരുടെ ക്യാമ്പ് ഗാർഡ് ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പൊ ശിവനാണെന്ന് അറിയാണ്ട് തന്നെ പുള്ളി ശിവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഒബ്വിയസ്ലി ശിവനാണല്ലോ, അതുകൊണ്ട് തന്നെ പുള്ളിക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ പുള്ളി എന്ത് ചെയ്യും, പുള്ളി ശിവനെ ധ്യാനിക്കും ഒരു തീക്കൊണ്ടത്തിനകത്തിരുന്ന്. അങ്ങനെ ശിവനെ പ്രീതിപ്പെടുത്തി കഴിയുമ്പോൾ ശിവൻ പുള്ളിയുടെ ഒറിജിനൽ ഫോം കാണിച്ചിട്ട് അശ്വത്ഥാമാവിന് ഒരു വാളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ വാള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം അശ്വത്ഥാമാവിന്റെ ദേഹത്ത് കയറി പുള്ളിനെ കംപ്ലീറ്റ്ലി എന്താ പറയുന്നത് അൺസ്റ്റോപ്പബിൾ ആക്കി മാറ്റി. പുള്ളി ക്യാമ്പിൽ കയറിയിട്ട് ദൃഷ്ടദ്രുമ്നെയൊക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ഉള്ളവരെല്ലാം അവര് തല്ലും വെട്ടിക്കൊല്ലും. കൊന്നു കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇവര് പാണ്ഡവരാണെന്ന് കരുതിയിട്ട് പാണ്ഡവരുടെ മക്കളെയാണ് കൊല്ലുന്നത്. എന്നിട്ട് പോയി നമ്മുടെ ദുര്യോധനന്റെ അടുത്ത് ചെന്നിട്ട് പറയും, അതായത് ഇവരെയൊക്കെ കൊന്നു എന്ന് പറയും. എന്നിട്ട് ദുര്യോധനൻ ഇവര് വിശ്വസിക്കത്തില്ല, ഭീമന്റെ തല വേണമെന്ന് പറയും. ഭീമന്റെ തല വേണമെന്ന് പറയുമ്പോൾ ഭീമന്റെ മകന്റെ തല കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ പുള്ളി ഈ ദേഷ്യം കൊണ്ട് ഭീമന്റെ തലക്കിട്ട് ഇടിക്കുമ്പോൾ തല പൊളിഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും ഇത് ഭീമനല്ല എന്നുള്ളത്. എന്നിട്ട് പിന്നെ പുള്ളി അശ്വത്ഥാമാവന്റെ ഈ ചെയ്തിനെ കുറിച്ച് ഓർത്ത് പുള്ളി ചീത്ത പറയും. അങ്ങനെ പരിപാടികളൊക്കെ. എനിവേസ്, അപ്പൊ ഈ സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പാണ്ഡവരുടെ പിള്ളേരെയൊക്കെ കൊന്നതിന് ശേഷം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് പാണ്ഡവര് വരും. ഇപ്പം ദുര്യോധനൻ വോൺ ചെയ്തായിരുന്നു, അർജുനൻ വന്നു കഴിഞ്ഞാൽ അർജുനൻ ഉറപ്പായിട്ടും ഇതിന് പ്രതികാരം ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവര് തമ്മിലൊരു ക്ലാഷിലോട്ട് വരികയാണ്. ഇവര് ക്യാമ്പിൽ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ, അശ്വത്ഥാമാവാണ് ഇതിന് പിന്നിൽ നിന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വ്യാസമഹർഷിയുടെ ആശ്രമത്തിനരികെ അശ്വത്ഥാമാവിനെ കാണുകയും ഭീമൻ അശ്വത്ഥാമാവിനെ കൊല്ലാനായിട്ട് ഓടുകയും ചെയ്യും. അങ്ങനെ ഈ ഇങ്ങനെ പാണ്ഡവര് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അശ്വത്ഥാമാവ് എന്ത് ചെയ്യും, ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കും. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഒരു പുൽക്കൊടി എടുത്തിട്ട് അത് ബ്രഹ്മാസ്ത്രമാക്കി മാറ്റി അത് ഉപയോഗിക്കും. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ബ്രഹ്മാസ്ത്രം വരുന്നത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അർജുനൻ നോക്കുമ്പോഴത്തേക്കും ബ്രഹ്മാസ്ത്രം വരുന്നു പാണ്ഡവരുടെ നേരെ. അപ്പം പുള്ളി എന്ത് ചെയ്യും, പുള്ളിയുടെ കയ്യിലുള്ള ബ്രഹ്മാസ്ത്രം എടുത്തിട്ട് അതിന് നേരെ ഉപയോഗിക്കും. അപ്പൊ ഇത് വരുന്നത് കാണുമ്പോഴത്തേക്കും വ്യാസമഹർഷി വന്നിട്ട് പറയും, രണ്ടുപേരും ഇതിൽ നിന്ന് അല്ല ഐ മീൻ കൃഷ്ണനാണ് പറയുന്നത്. അതെ, ഇത് രണ്ടും ഈ ബ്രഹ്മാസ്ത്രങ്ങൾ രണ്ടും കൂട്ടിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർവനാശമാണ്. കാര്യം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. അപ്പം ഈ ബ്രഹ്മാസ്ത്രം വരുന്നത് കാണുമ്പോൾ കൃഷ്ണൻ പറയും, ഇത് പലതും പലതാ പറയുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ കൃഷ്ണനാണ് അർജുനന്റെ അടുത്ത് പറയുന്നത് അത് റിട്ടേൺ എടുക്കാനായിട്ട്. ചിലയിടത്ത് പറയുന്നത് വ്യാസനാണ് ഇന്റർവീൻ ചെയ്തിട്ടാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലേതാണെന്നുള്ളത് പല വേർഷൻസ് ഉണ്ടല്ലോ. അപ്പൊ എന്താണെങ്കിലും കൃഷ്ണനാണ് പറയുന്നതെന്ന് വിചാരിക്കുന്ന ഒരു കാലത്തേക്ക്. അപ്പൊ കൃഷ്ണൻ പറയുകയാണ് അർജുനന്റെ അടുത്ത് ഈ ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ പറയും. അപ്പൊ ബ്രഹ്മാസ്ത്രം പിൻവലിക്കാനുള്ള ടെക്നിക്ക് അതിന് നമ്മൾ അയച്ച ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പം അങ്ങനെ തിരിച്ചെടുക്കാനുള്ള ടെക്നിക്ക് അർജുനന് അറിയാം, പക്ഷെ അശ്വത്ഥാമാവിനെ അതറിയില്ല. കാരണം അത് അത്രയും പ്രാക്ടീസ് ചെയ്യാനും മാത്രം ക്ഷമയില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് പുള്ളിക്ക് അത് അറിഞ്ഞുകൂടാ. അപ്പൊ അർജുനൻ ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കും, പക്ഷെ അശ്വത്ഥാമാവിന് തിരിച്ചെടുക്കാൻ അറിയത്തില്ലല്ലോ. അപ്പൊ പക്ഷെ തിരിച്ചെടുക്കാൻ അറിയില്ലെങ്കിൽ അത് റീഡയറക്ട് ചെയ്യാനായിട്ട് പുള്ളിക്ക് അറിയാം. അപ്പൊ അങ്ങനെ പുള്ളി റീഡയറക്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ റീഡയറക്ട് ചെയ്യുന്നത് ഉത്തരയുടെ മേത്തോട്ടാണ്. ഉത്തര എന്ന് പറയുന്നത് അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ വൈഫാണ് ഉത്തര. അഭിമന്യു അറിയാമല്ലോ, മറ്റേ ചക്രവ്യൂഹത്തിന്റെ ഇടയിൽ വിട്ട് മരിച്ചുപോയ പുള്ളി. ചക്രവ്യൂഹം തകർത്ത് കയറിയ 16 വയസ്സുള്ള അർജുനന്റെ ബാലനായിട്ടുള്ള മകൻ. അപ്പം ഈ അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര അന്നേരം അഭിമന്യുവിന്റെ കുഞ്ഞു വയറ്റിലുണ്ട്. അതാണ് പരീക്ഷത്ത് മഹാരാജാവ് പിന്നീട് ജനിക്കുന്നത്.
അപ്പൊ ഈ ഉത്തരയുടെ അൺബോൺ മകന്റെ ദേഹത്തേക്ക് നമ്മുടെ അശ്വത്ഥാത്മാവ് ഈ ബ്രഹ്മാസ്ത്രം റീഡയറക്ട് ചെയ്യും. അപ്പൊ അത് റീഡയറക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉത്തരയുടെ അത് ഈ ട്രെയിലറിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ വയറിലേക്ക് ഒരു ഒരു ഗോൾഡൻ റേ പോലെ ഒരു സംഭവം വന്ന് കയറുന്നത് കാണിക്കുന്നുണ്ട്. അത് ഈ ബ്രഹ്മാസ്ത്രം ആവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്കും, അങ്ങനെ ബ്രഹ്മാസ്ത്രം വന്ന് കയറുമ്പോൾ ഉറപ്പായിട്ടും കുട്ടി മരിക്കുകയല്ലോ. അപ്പം അത് കുട്ടീനെ കൃഷ്ണനാണ് പിന്നീട് രക്ഷപ്പെടുത്തുന്നത്. അപ്പം കൃഷ്ണൻ കുട്ടീനെ അത് ഉത്തരയുടെ ആവശ്യപ്രകാരമാണ് പിന്നീട് കുട്ടീനെ രക്ഷപ്പെടുത്തുന്നത്. ആ കുട്ടിയാണ് നമ്മളെ പരീക്ഷത്ത് രാജാവായിട്ട് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഈ എന്താ പറയുന്നത്, ഗർഭിണിയായിട്ടുള്ള അല്ലെങ്കിൽ ഗർഭത്തിൽ ഒരു ഭ്രൂണത്തിനെതിരെ ഇത്രയും വലിയൊരു വെപ്പൺ യൂസ് ചെയ്തതിന്, പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ഒരു പെണ്ണിന്റെ മേത്ത് ഇത്രയും വലിയൊരു നാശം ഉണ്ടാക്കുന്ന ഒരു വലിയ വെപ്പൺ യൂസ് ചെയ്തതിന്, ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്തതിന് കൃഷ്ണൻ നമ്മുടെ അശ്വത്ഥാത്മാവിനെ ശപിക്കും. അപ്പം ഈ ചില ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അശ്വത്ഥാത്മാവിനോട് പിന്നീട് നമ്മുടെ ആരാണ് ആരാണ് പറയുന്നത്, വ്യാസനാണോ ആരാണ് പറയുന്നത് ഈ എന്താ പുള്ളിയുടെ നെറ്റിയിലുള്ള ആ ഒരു ജെമ്മുണ്ടല്ലോ, ചൂടാമണി, അത് തുരന്നെടുത്ത് തിരിച്ച് ഇവർക്ക് കൊടുക്കാനായിട്ട്, നമ്മുടെ പാണ്ഡവർക്ക് സറണ്ടർ ചെയ്യാൻ പറയും, ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ. അങ്ങനെ പുള്ളി അത് തുരന്നെടുക്കും. കൃഷ്ണൻ പറഞ്ഞിട്ടാണെന്നാണ്, കൃഷ്ണനാണോ അത് വ്യാസനാണോ എന്നുള്ളത് ഞാൻ മറന്നുപോയി, ആരോ പറഞ്ഞിട്ടാണ് പുള്ളി അത് തുരന്നെടുക്കുന്നത്. വേറെ എവിടെയോ ഇങ്ങനെ കൃഷ്ണൻ സുദർശന ചക്രം എറിഞ്ഞാണ് അത് തകർക്കുന്നതെന്ന് വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്. എന്താണെങ്കിലും അപ്പൊ അങ്ങനെ അശ്വത്ഥാത്മാവ് ആ ചൂടാമണി തുരന്നെടുത്ത് ഇവർക്ക് കൊടുക്കും, ഒരു ഒരു പീസ് ട്രീറ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കൃഷ്ണൻ ശപിക്കും. അതായത് ഇപ്പൊ ആ ജമ്മ് തുരന്നെടുത്ത് കഴിയുമ്പോൾ, ആ ചൂടാമണി തുരന്നെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഒരു ഹോളാണല്ലോ ഉള്ളത്. അപ്പൊ അതിൽ നിന്ന് രക്തം നിർത്താതെ വന്നുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ. നീ ഒരിക്കലും മരിക്കില്ല. അങ്ങനെ ഇമ്മോർട്ടാലിറ്റി കൊണ്ട് കൃഷ്ണൻ കേസ് ചെയ്യും, നീ ഒരിക്കലും മരിക്കില്ല, പക്ഷെ ജീവിതകാലം മുഴുവൻ 3000 ആണ്ടോളം നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, നിനക്ക് ആരും ഉണ്ടാവില്ല. പിന്നെ ഈ രക്തത്തിലെ ഈ നെറ്റിയിലെ ഈ മുറിവിൽ നിന്ന് സദാസമയവും ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ദേഹം മുഴുവൻ രക്തം വടിഞ്ഞ് അതിന്റെ ആ ഒരു നാറ്റമൊക്കെ ആയിട്ട് അങ്ങനെ നീ പുഴുത്ത് ജീവിക്കും എന്നുള്ള രീതിയിൽ കൃഷ്ണൻ ശപിക്കും. ഈ അശ്വത്ഥാത്മാവിനെ പിന്നീട് അർജുനൻ എന്താ പറയുന്നേ, പുള്ളിയുടെ തേരിൽ ദ്രൗപദിയുടെ അടുത്തോട്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു ബ്രാഹ്മണനെ അവരുടെ രാജ്യത്ത് കൊല്ലാൻ പാടില്ലെന്ന് ദ്രൗപദി പറയുന്നത് കൊണ്ട് അർജുനൻ പിന്നെ അശ്വത്ഥാത്മാവിനെ കാട്ടിൽ വിടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിവേസ്, അപ്പം ഈ ഒരു ശാപമാണ് നമ്മളെ ഈ കൽക്കി സിനിമയ്ക്കകത്തും അമിതാഭ് ബച്ചനുള്ളത്. അതായത് പുള്ളി ഈ ഇത്രയും നാൾ, ഈ 2898 AD വരെ, ദ്വാപരയുഗം തൊട്ട് മഹാഭാരത കാലം തൊട്ട് ഈ 2898 AD വരെ പുള്ളി ജീവനോടെ ഉണ്ട്. കാര്യം പുള്ളി ഇമ്മോർട്ടലാണല്ലോ, പുള്ളിക്ക് മരിക്കാൻ പറ്റത്തില്ല. അപ്പം പുള്ളിയുടെ ഈ നെറ്റിയിൽ നിന്ന്, ഈ മുറിവിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വമിക്കുന്നതുകൊണ്ടാണ് പുള്ളി ദേഹം മുഴുവൻ ഈ ബാൻഡേഡും ചുറ്റി, തലയിൽ ഈ ബാൻഡേഡും ചുറ്റി നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ട്രെയിലറിൽ നോക്കിയാൽ കാണാം അതിലെ ബ്ലഡ് ഇങ്ങനെ വരുന്നതൊക്കെ. അപ്പം ഈ കേഴ്സ് റിവേഴ്സ് ചെയ്യപ്പെടുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇതില് നമ്മുടെ നാഗേഷിന്റെ വിഷയങ്ങൾ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതുകൊണ്ടാണല്ലോ ഈ ശാപം കിട്ടിയത് അശ്വത്ഥാത്മാവിന്. അപ്പൊ ഒരു കുഞ്ഞിനെ രക്ഷിക്കുന്നതോടെ ഈ ശാപം തീരുവാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ അങ്ങനെ അശ്വത്ഥാത്മാവിന് ഇപ്പൊ ഉള്ള ശാപം തീരാൻ വേണ്ടിയിട്ട് പുള്ളി ഈ സുമതിയുടെ വയറ്റിലുള്ള കുട്ടിയെ രക്ഷിക്കണം. അതായത് കൽക്കി ജനിക്കുന്നത് വരെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് അശ്വത്ഥാത്മാവിന്റെ ജന്മലക്ഷ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ചെയ്താല്
അശ്വത്ഥമാവിന് ശാപമോക്ഷം കിട്ടുള്ളൂ. അപ്പൊ അത് കൽക്കി ജനിക്കുന്നതിന്റെ, അതായത് കൽക്കിയുടെ അമ്മയുടെ ഉദരത്തിൽ ഫോം ചെയ്യുന്നതോടെ, മേ ബി സുമതിയുടെ വയറ്റിൽ ഫോം ചെയ്യുന്നതോടെ ആയിരിക്കണം അശ്വത്ഥമാവിന് നെറ്റിയിലെ ആ ജന്മ തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ആ ഇത് തിരിച്ചു കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, അത് കിട്ടുന്നതോടെ പുള്ളിക്ക് പുള്ളിയുടെ പവർ എല്ലാം തിരിച്ചു കിട്ടും. പുള്ളി വീണ്ടും ഇമ്മോർട്ടൽ ആവും, പുള്ളി അതായത് ഇൻവൾണറബിൾ ആവും, പുള്ളി അത്രയും പവർ, വീണ്ടും പവർഫുൾ ആവും. അപ്പൊ അങ്ങനെ കിട്ടുമ്പോഴത്തേക്ക് പുള്ളി ആ ബാൻഡേഡ് ഒക്കെ ഉപേക്ഷിക്കുകയാണ്. മനസ്സിലായി? അതാണ് അതിന്റെ അകത്ത് കാണിക്കുന്നത്. അപ്പൊ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അശ്വത്ഥാമാവിന്റെ ലക്ഷ്യം. ഈ വയറ്റിലുള്ള കുട്ടി വേണം, ജനിച്ചു വന്നിട്ട് വേണം സുപ്രീം യാസ്കിന്, അതായത് കലിയുടെ അവതാരം എന്ന് പറയപ്പെടുന്ന നമ്മുടെ കമലഹാസന്റെ ക്യാരക്ടറിനെ തട്ടുന്നതോടെ കൽക്കി എൻഡ് ചെയ്യും എന്നാണ് കരുതുന്നത്. കൽക്കി ഇവിടെ അതോടെ കലിയുഗം എൻഡ് ചെയ്ത് വീണ്ടും കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഇതിന്റെ ഒരു മിത്തോസ്. ഓക്കെ. ഇതില് വേറൊരു കാര്യം പറയാന്ന് വെച്ചപ്പം, ഈ ഹിന്ദു മിത്തോളജിയിൽ 7 ഇമ്മോർട്ടൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് അത് അശ്വത്ഥാമാവ്, മഹാബലി, വേദവ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപാചാര്യർ, പിന്നെ പരശുരാമർ. ഇങ്ങനെ 7 ഇമ്മോർട്ടൽസ് ആണ് ഉള്ളത്. അപ്പൊ അതിലൊരാളാണ് നമ്മുടെ അശ്വത്ഥമാവ്. മറ്റ് ഇമ്മോർട്ടൽസ് ആയിട്ട് ചിരഞ്ജീവി, അങ്ങനെയുള്ള കുറച്ച് വലിയ വലിയ നടന്മാരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. സർപ്രൈസ് എലമെന്റ് ആയിരിക്കും, നമുക്ക് അറിഞ്ഞൂടാ. വന്നാൽ നന്നായിരിക്കും. ബ്രഹ്മാസ്ത്രയിലെ നാഗാർജുനയും ഷാറുഖ് ഖാനൊക്കെ വന്ന പോലെ. അപ്പം ഈ സുപ്രീം യാസ്കിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക്, അതായത് ഈ കലിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻട്രീഗിങ് ആയിട്ട് തോന്നി. കലി പുരുഷനാവാനാണ് സാധ്യത എന്നാണ് കരുതുന്നത്. പക്ഷെ ഈ കലി ഇപ്പൊ 3 വേൾഡ് ആണല്ലോ ഈ കൽക്കി 2898 AD ഉള്ളത്. അപ്പൊ അതില് കാശിയിലും കോംപ്ലക്സിലും പിന്നെ നമ്മുടെ ശംബാലയിലും ഇല്ലാത്ത ഒരു മൂന്നാമതൊരാളായിട്ടാണ് കലി വരുന്നതെങ്കിലോ, കലി പുരുഷനായിട്ട്, അതായത് ഒരു 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 ഏലിയൻ എന്നൊക്കെ പറയുന്ന പോലത്തെ രീതിയിൽ. കാര്യം പുള്ളിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ, എന്താ പറയുന്നത്, പകുതി ഇതൊന്നും ഇല്ല, കാലൊന്നും ഇല്ല, ഒരുമാതിരി ഭയങ്കര ഒരു എംപറർ പാൽപ്പറ്റീൻ അല്ലെങ്കിൽ സ്നോക്ക് പോലത്തെ ഒരു ലുക്കാണല്ലോ പുള്ളിക്കുള്ളത്. പുള്ളിയുടെ നെറ്റിയിൽ ഒരു ഇങ്ങനെ ഒരു വെട്ട് പോലെ ഒരു സംഭവമുണ്ട്. ഇത് നമ്മുടെ അശ്വത്ഥമാവിന്റെ നെറ്റിയിലുള്ള ജമ്മു പോലെ. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു വിതേർഡ് ആയിട്ടുള്ള, പക്ഷെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഒരു ഏലിയൻ പോലത്തെ ഇതായിക്കൂടെ എന്ന് വേണമെങ്കിൽ സയൻസ് ഫിക്ഷൻ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. അതല്ല, കലിപുരുഷനായിട്ട് തന്നെയാണെങ്കിൽ പുള്ളിയാണ് കലിയുടെ അവതാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പരീക്ഷത്ത് രാജാവിന്റെ കഥയുമായിട്ടൊരു ഒരു സാമ്യം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് തിയറി ആണല്ലോ, നമ്മളിങ്ങനെ റീച്ച് ഫോർ ദ സ്കൈസ് എന്നൊക്കെ പറയുന്നത് തിയറി ഉണ്ടാക്കുവാണെങ്കിൽ, പരീക്ഷത്ത് രാജാവ് കലി പൊസസ് ചെയ്യുന്നുണ്ട്. കലി പൊസസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ നാശത്തിലേക്ക് നയിക്കുന്നത്. അതായത് കലി പൊസസ് ചെയ്തിട്ട് കലി പരീക്ഷത്ത് രാജാവിനെ കണ്ടിട്ട് എനിക്ക് ഷെൽട്ടർ വേണമെന്ന് പറഞ്ഞു. പുള്ളി ഗോൾഡില് റിസൈഡ് ചെയ്യാൻ പറഞ്ഞു കലീനെ. ഗോൾഡില് റിസൈഡ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ അന്നേരം പുള്ളി ഗോൾഡിൽ റിസൈഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് പുള്ളിയുടെ ക്രൗൺ, പുള്ളി തലയിൽ വെച്ചിരുന്ന ക്രൗൺ ഗോൾഡാണ്. അപ്പൊ കലി നേരെ ആ ക്രൗണിലോട്ടാണ് കയറുന്നത്. അങ്ങനെ ആ കിരീടത്തിൽ കയറി പറ്റിയിട്ട് പിന്നീട് കലി കയറുന്നത് പരീക്ഷത്ത് രാജാവിന്റെ മനസ്സിലോട്ടാണ്. അങ്ങനെ പുള്ളീനെ പൊസസ് ചെയ്ത് എന്താ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഷാമിക മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ ചെന്ന് ഉടക്കമുണ്ടാക്കി പുള്ളിയുടെ കഴുത്തേലോട്ട് ഒരു ചത്ത പാമ്പിനെ എടുത്തിടും. കാരണം കലിപുരുഷനാണല്ലോ പുള്ളിനെ പൊസസ് ചെയ്യുന്നത്. അപ്പൊ ഈ സേജ്, ഈ മഹർഷിക്ക് ഒരു മകനുണ്ട്, ശൃംഗി. അപ്പം പുള്ളി
ഇത് ഈ പരീക്ഷത്ത് രാജാവിനെ പാമ്പ് കടിയേറ്റ് മരിക്കും എന്ന് പറഞ്ഞിട്ട് ശപിക്കും. അപ്പൊ അങ്ങനെ ശപിച്ചു കഴിയുമ്പോഴത്തേക്ക്, അതായത് 7 ദിവസത്തിനുള്ളിൽ പാമ്പ് കടിയേറ്റ് മരിക്കും എന്ന് പറഞ്ഞ് ശപിക്കും. ആ പാമ്പാണ് നമ്മുടെ തക്ഷകൻ. തക്ഷകൻ വന്നിട്ട് പുള്ളി ഈ ഇതിനെക്കുറിച്ച് ഈ ശാപത്തെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ പരീക്ഷത്ത് പുള്ളിയുടെ എന്താ പറയുന്നത്, വിധി അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ പുള്ളിയുടെ മന്ത്രിമാരെല്ലാം കൂടെ കൂടിയിട്ടൊരു ഒരു ഒരു മാൻഷൻ പോലെ ഉണ്ടാക്കിയിട്ട്, പാമ്പൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു മാൻഷൻ പോലെ ഉണ്ടാക്കും. പക്ഷെ തക്ഷകൻ എന്ത് ചെയ്യും? തക്ഷകൻ ഈ പഴങ്ങൾക്കകത്ത് ഒരു ഈച്ചയായിട്ട് കയറി പരീക്ഷത്തിനെ കൊല്ലും. അങ്ങനെയാണ് പരീക്ഷത്ത് മരിക്കുന്നത്. അപ്പൊ ഇതും കൽക്കി സിനിമയായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷത്തിന്റെ മൈൻഡിനെ കലി പൊസസ് ചെയ്തതുപോലെ കമലഹാസന്റെ ക്യാരക്ടറിനെയും പൊസസ് ചെയ്യപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുള്ളി കലിയുടെ അവതാരമായിട്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ മേ ബി ഒരു സയന്റിസ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് പുള്ളി ആദ്യം നല്ലൊരു മനുഷ്യനായിട്ട് പിന്നീട് പുള്ളി പൊസസ് ചെയ്യപ്പെടുകയോ, അല്ലെങ്കിൽ പുള്ളിയുടെ തന്നെ ഈവിൾ മൈൻഡ് സെറ്റ് കൊണ്ടോ പുള്ളി ഈ സുപ്രീം യാസ്കിനായി മാറുകയും പുള്ളിയാണ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ സാധ്യത എന്ന് ഞാൻ കരുതുന്നു. കാര്യം കോംപ്ലക്സിന്റെ ആ ഇൻവേർട്ടഡ് പിരമിഡിന്റെ അവിടെ തന്നെ ഒരു സിമ്പൽ പോലെയൊക്കെ ഉണ്ട്. അതിൽ ഈ കലി നമ്മുടെ ട്രെയിലറിൽ കാണുന്ന പോലെ പുള്ളി കമലഹാസന്റെ ക്യാരക്ടർ ഇങ്ങനെ ഈ സുപ്രീം യാസ്കിൻ ഫ്ലോട്ട് ചെയ്യുന്ന പോലത്തെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നതാണോ, അത് ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുന്ന പോലത്തെ അതുപോലത്തെ ഒരു സിമ്പലാണ് ഈ ഇൻവേർട്ടഡ് പിരമിഡിന്റെ ഇതിൽ പതിച്ചിട്ടുള്ള ഒരു മുദ്ര പോലെ വലിയ ഇത്. അത് നമ്മൾ ട്രെയിലർ നോക്കുമ്പോൾ കാണാം. ഈവൻ ആ ആനിമേറ്റഡ് സീരീസിന്റെ അകത്തോളം. അപ്പൊ എനിവേസ്, അപ്പം കമലഹാസന്റെ ക്യാരക്ടർ സെക്കൻഡ് പാർട്ടിലായിരിക്കും കൂടുതൽ പുള്ളിയുടെ ബാക്ക് സ്റ്റോറിയൊക്കെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒരു പുള്ളി ഇങ്ങനെ ഒരു 10 മിനിറ്റ്സ് എന്താ പറയുക വരുന്ന രീതിയിലുള്ള ഒരു ക്യാമിയോ ആയിട്ടാണ് ആവാനായിരിക്കും സാധ്യത. അപ്പം പുള്ളീനെ തട്ടുന്നതോടെ ആയിരിക്കാം കൽക്കിയുടെ വേൾഡ് എൻഡ് ചെയ്ത് പുതിയ വേൾഡ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു തിയറീസ് എന്ന് പറയുന്നത്. വേറെ എന്താണ് ആഡ് ചെയ്യാനുള്ളത്? അപ്പം അപ്പൊ ഞാനെല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള തിയറീസ്. അതായത് അശ്വത്ഥാത്മാവ് ഇത്രയും നാള് ചുരുക്കി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറയാം. അതായത് കൽക്കി മഹാഭാരത കാലത്തിൽ നിന്ന്, അതായത് 3102 BC-യിൽ തുടങ്ങി 2898 AD-യിൽ വരെ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് മെയിനായിട്ട് നടക്കുന്നത്. 2898 AD-യിലായിരിക്കും സിനിമ നടക്കുന്നത്. പക്ഷെ അത്രയും നാള് അശ്വത്ഥാത്മാവ് ജീവിക്കുന്നു ഈ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോരയും വമിച്ചുകൊണ്ട്. അപ്പൊ പുള്ളിയുടെ ശാപം തീർക്കാനായിട്ട്, അപ്പൊ ഓരോ ക്യാരക്ടറിന്റെയും മോട്ടിവേഷൻസ് നിങ്ങൾ നോക്കുക. അശ്വത്ഥാത്മാവിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി പണ്ട് ചെയ്ത ഒരു വലിയ തെറ്റിൽ നിന്ന് പുള്ളിക്ക് ഒരു പ്രായശ്ചിത്തം, അതുപോലെ പുള്ളിയുടെ ഈ ശാപത്തിൽ നിന്നൊരു വിമോചനം ഒക്കെ ആയിട്ട് സുമതിയിൽ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാണ് പുള്ളിയുടെ ലക്ഷ്യം. അപ്പൊ അതിന്റെ ഒരു സൂചനയായിട്ടാണ്. അത് ഒരു കാര്യമുണ്ട്, ഈ 6000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു നക്ഷത്രം പിന്നീട് 6000 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും കണ്ടു എന്ന് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ നക്ഷത്രത്തിന്റെ ഇതിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഈ നക്ഷത്രം ആദ്യം കാണുന്നത് ഈ 6000 വർഷം മുമ്പ് കണ്ടെന്ന് പറയുന്നില്ലേ, അന്നേരം കാണിക്കുന്നത് കൃഷ്ണൻ ജനിക്കുന്നതിന്റെ സൂചനയായിട്ടാണ്. അതായത് മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരം ജനിക്കുന്നതിന്റെ ഒരു 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 സിഗ്നേച്ചറായിട്ട്, ഒരു സൈനായിട്ട് ആണ് ഈ നക്ഷത്രം കാണപ്പെടുക എന്നുള്ള രീതിയിൽ. ഓരോ അവതാരം ജന്മം എടുക്കുമ്പോഴും ഈ നക്ഷത്രം കാണപ്പെടും. അപ്പൊ അങ്ങനെ അവസാനം കണ്ടത് കൃഷ്ണന്റെ ജന്മത്തിലായിരുന്നു ഇത് കണ്ടത്. ഇപ്പൊ വീണ്ടും കാണപ്പെടുന്നെങ്കിൽ കൽക്കിയുടെ ജന്മത്തിലായിരിക്കും ജനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ്. അപ്പൊ അങ്ങനെ പുള്ളിക്ക് അശ്വത്ഥാത്മാവിന് ആ ചൂടാമണി തിരിച്ചു കിട്ടുകയും അപ്പം പുള്ളിക്ക് മനസ്സിലാവും പുള്ളിയുടെ എന്താ പറയുന്നേ പുള്ളിയുടെ ശാപമോക്ഷം നേടാനുള്ള സമയമായി എന്ന് തിരിച്ചറിയുകയും അങ്ങനെ പുള്ളിക്കൊരു മോട്ടിവേഷൻ. പിന്നെ നമ്മുടെ ദീപിക പദുക്കോണിന്റെ ക്യാരക്ടർ ഓബ്വിയസ്ലി ഹണ്ടഡ് ആണ്. പുള്ളിക്കാരിയിലായിരിക്കാം
കൽക്കി ജന്മമെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കൽക്കിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജനിക്കുന്നത്. അതിലായിരിക്കും പടം. നമുക്കറിയില്ല, പല ട്വിസ്റ്റുകൾ ഒളിപ്പിച്ച് വെക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എൻ്റെ തിയറി പ്രകാരം ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രഭാസിന്റെയും കീർത്തി സുരേഷിന്റെയും മോട്ടിവേഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. അത് അവരുടേത് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിൽ കയറി പറ്റുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കയറി പറ്റാൻ വേണ്ടിയിട്ട് സുമതിനെ തേടി പോകുന്നതും അവിടെ അശ്വത്ഥാത്മാവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അവിടെ അശ്വത്ഥാത്മാവ് അടിച്ച് റൊട്ടിയാക്കും. പിന്നീട് ഉജിയുടെ മറ്റേ വെഹിക്കിള് അപ്ഗ്രേഡ് ചെയ്ത് വന്നു. കാര്യം അതേ സാധനം തന്നെയാണ് ആനിമേറ്റഡ് സീരീസിൽ. അത് അത്രയും ഇതില് ട്രെയിലറിൽ കണ്ട പോലത്തെ ഒരു ലുക്ക് അല്ല. അതേ ഒരു മോഡലാണ്, ബട്ട് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ജങ്ക്യാർഡിൽ നിന്നൊക്കെ ഒരു സ്ക്രാപ്പ് മെറ്റൽ കൊണ്ട് എല്ലാം കൂടെ അങ്ങ് ചേർത്ത് ഉണ്ടാക്കി ഇതുപോലത്തെ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ മേ ബി അത് അപ്ഗ്രേഡ് ചെയ്ത് വരുന്നതാവാം, അല്ലെങ്കിൽ അതേ സാധനം കൊണ്ട് തന്നെയായിരിക്കും. എന്താണെങ്കിലും പുള്ളി ഫൈറ്റ് ചെയ്യുന്നു. എനിവേസ് ഇവര് ടീമപ്പ് ചെയ്യാനാണ് സാധ്യത കാണുന്നത്. കാര്യം പ്രഭാസിന്റെ ഈ ആനിമേറ്റഡ് ഇതിൽ കാണുവാണെങ്കിൽ തന്നെ അതിലൊരു ക്യാരക്ടറിനെ ഒരു ബൗണ്ടി തപ്പിപ്പോകുന്നുണ്ട്. ഈ വാനിഷ് ചെയ്യുന്ന ഒരു മനുഷ്യനെ തപ്പിപ്പോകുന്നുണ്ട്. വാനിഷ് ചെയ്ത മനുഷ്യനെ തപ്പിപ്പിടിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അത് വാനിഷ് ചെയ്യുന്ന മനുഷ്യനല്ല, ഒരു പയ്യനാണ്. അവൻ 2 പിള്ളേരുണ്ട്, അതിലൊരു പയ്യനാണ്. അവൻ ഹോളോഗ്രാം യൂസ് ചെയ്തിട്ടാണ് അത് കാണിച്ചു കൂട്ടിയതെന്നുള്ളത് മനസ്സിലാക്കുകയും ആ ഒരു ജെമ്മ് ഭൈരവ എടുത്ത് പുള്ളിയുടെ ഗോൺലെറ്റിലോട്ട്, അത് കൽക്കിയുടെ ഒരു പോസ്റ്ററിന്റെ അതും കാണാം. ആ ഒരു ജെമ്മ് പോലെ ഒരു പച്ചയായിരുന്നോ നീലയായിരുന്നു, ഒരു ജെമ്മ് പോലത്തെ ഒരു ഐറ്റം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഭാസിൻ്റെത്. അത് മിക്കവാറും ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു രീതിയിൽ പ്ലേ ആവാൻ സാധ്യതയുണ്ട്. പുള്ളി ചിലപ്പം പുള്ളിനെ തന്നെ ഡിസ്കസ് ചെയ്യോ. ഓ യെസ്, ഇപ്പം എനിക്ക് കിട്ടി. അതായത് ആ മറ്റേ പ്രഭാസിന്റെ ഇത് 3 പ്രഭാസ് ഇങ്ങനെ ടാറ്റ കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, അത് 2 ചിലപ്പം ഈ ഹോളോഗ്രാമിന്റെ ഈ സംഭവമായിരിക്കും കേട്ടോ. കാര്യം അത് ഈ ആനിമേറ്റഡ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അത് എന്തായാലും കാണണം, കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയുണ്ട്. മേ ബി അതായിരിക്കണം. അപ്പൊ പ്രഭാസിന്റെയും കീർത്തി സുരേഷിന്റെയും, അതായത് ബുജിയുടെയും മോട്ടിവേഷൻ അതാണ്. പിന്നെ ഇതില് ദിശ പട്ടാണിയുടെ ക്യാരക്ടർ ഈ ആനിമേറ്റഡ് സീരീസിന്റെ അകത്ത് പ്രഭാസിന്റെ ഗേൾഫ്രണ്ട് ആയിട്ടാണ് ആനിമേറ്റഡിന്റെ അകത്ത് കാണിക്കുന്നില്ല. അതിനകത്ത് അന്നാബെന്നിന്റെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അന്നാബെന്നും പശുപതിയും പ്രോബബ്ലി ശംബാല എന്നുള്ളവരായിരിക്കണം. അവര് അവിടുത്തെ റെസിസ്റ്റൻസിന്റെ ഇതിൽ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതായത് ഈ കോംപ്ലക്സിലോട്ട് കൊണ്ടുപോകുന്ന ഫുഡ് ട്രക്കുകളും മറ്റ് റിസോഴ്സുകളൊക്കെ ഹൈജാക്ക് ചെയ്ത് അടിച്ചു മാറ്റി അത് കൊണ്ടുപോയി ശംബാലയിലുള്ളവർക്ക് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരായിരിക്കണം അവർ. കാരണം ഈ ആനിമേറ്റഡ് ഇതിൻ്റെ അകത്തും അവിടെ ബുജിയുടെ ട്രക്ക് ഇവർ ആംബുഷ് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള പൈനാപ്പിൾ ലോഡും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പൈനാപ്പിളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പം ഇതും പൈനാപ്പിളൊക്കെ എത്ര വലിയ സംഭവമാണെന്നോ ആലോചിക്കാം. പക്ഷെ കൽക്കിയുടെ വേൾഡിൽ നോക്കുവാണെങ്കിൽ പൈനാപ്പിൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര ഒരു ഡെലിക്കസി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐറ്റമാണ്. കാരണം അത് കോംപ്ലക്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. നമുക്കൊക്കെ ഈ ചന്തയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഐറ്റമൊക്കെ കോംപ്ലക്സിൽ 1 മില്യൺ യൂണിറ്റ്സ് കൊടുത്ത് കയറി പറ്റിയാലേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ. പിന്നെ ദിശ പട്ടാണിയുടെ ക്യാരക്ടർ പ്രഭാസിന്റെ നായികയായിട്ടാണല്ലോ ഇതിൽ വരുന്നത്. മേ ബി ശംബാലയിൽ തന്നെയുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ കാശിയിലുള്ള ആളായിരിക്കാം. പിന്നെ ഏതൊരു ക്യാരക്ടറാണ്, പിന്നെ നമ്മുടെ ദുൽഖറും മൃണാൽ ഠാക്കൂറിന്റെയും കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൽക്കി. അപ്പൊ എന്റെ പ്രതീക്ഷകള് ഇനി പറഞ്ഞതിൽ എന്തുമാത്രം കാര്യങ്ങൾ വരുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ചുമ്മാ തിയറി ഇങ്ങനെ തള്ളിവിടാനായിട്ട് ഒരു സുഖമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് എന്റെ പ്രതീക്ഷകൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മള് അവരുടെ അറ്റംപ്റ്റിന് എന്താണെങ്കിലും ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതാണ്. കാരണം ബുജിയുടെ ആ വണ്ടിയൊക്കെ അവര് എഞ്ചിനീയേഴ്സിനെ ശരിക്കും കൊണ്ടുവന്ന് ഉണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരു ആനിമേറ്റഡ് 30 മിനിറ്റ്സ് ഉള്ള ഒരു ആനിമേറ്റഡ് 2 മറ്റേ എപ്പിസോഡുകളായിട്ട് വിടുമ്പോഴത്തേക്ക് അതിലും അവര് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് ആ ആനിമേറ്റഡ് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തു, ഇത് തന്നെ ഒരു 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 2-3 സീസണുള്ള ഒരു സീരീസ് ആയിട്ട് വിടുവാണെങ്കിൽ ഞാൻ കാണും. നിങ്ങളുടെ കാര്യം നിങ്ങളും കാണാൻ നല്ല എന്റർടൈനിങ് ആണ്. നമ്മൾ ഈ
ബൗണ്ടി ഹണ്ടർ, അതായത് അണ്ടർ ഡോഗ് ആയിട്ടുള്ള നായകൻ, ഇങ്ങനെ യൂണിറ്റ്സ്, ഇതിലെ പല കോൺസെപ്റ്റ്സും പല ഇതിലും നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് അത് നമ്മുടെ മിത്തോളജിയായിട്ട് ഇന്റർട്വൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം ഒരു ഒരു സംഭവം തന്നെ നമുക്കറിയാവുന്ന, മറ്റേ അറ്റ്ലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏഴ് രാഗം താൻ ഏഴ് താളം താൻ എന്ന് പറയുന്ന പോലെ എല്ലാവരും കണ്ടും കേട്ടിട്ടുള്ള കഥ തന്നെ. ബട്ട് അതൊരു മിത്തോളജിയുടെ വേറൊരു സെറ്റിങ്ങിൽ, ഒരു പുതിയ സെറ്റിങ്ങിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് കൽക്കിയിലും അനുഭവപ്പെടുന്നത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വേറെയും പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്. ബൗണ്ടിക്ക് വേണ്ടി നടക്കുന്നു, ബട്ട് പിന്നീട് ആ ബൗണ്ടിയുടെ കൂടെ ചേർന്ന് തന്നെ മറ്റേ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിൽ കാണുമ്പോഴത്തേക്കും വിഷ്വൽ എഫക്ട്സും ആ വേൾഡും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നോക്കുവാണെങ്കിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട് ഈസ്റ്റർ എഗ്സ് കാണും. അപ്പൊ ഞാൻ പറയാത്ത പല കാര്യങ്ങളുണ്ടാവും. അതൊക്കെ വേറെ എവിടെയെങ്കിലും കേൾക്കാം. പല ബ്രേക്ക് ഡൗൺ ചാനലുകളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കൽക്കി നാളെയാണ് ഇറങ്ങുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാവും അറിയില്ല. ബട്ട് ഇതൊക്കെയാണ് എന്റെ പ്രതീക്ഷകൾ. ഈ പറഞ്ഞ ഒന്നും വന്നില്ലെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ. ഒക്കെ എക്സ്പെക്ട് ചെയ്യാത്ത പല കാര്യങ്ങളുണ്ടാവില്ല, എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഈ വേൾഡും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഇതൊക്കെയാണ് എന്റെ പ്രതീക്ഷകൾ, എന്റെ തിയറീസ്. അപ്പോൾ ഇനി ഓരോ പടത്തിനെ കുറിച്ച് ഇങ്ങനത്തെ തിയറീസ് ഒക്കെ ആയിട്ട് വരണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സ്പോട്ടിഫൈയിലുള്ളവര് നിങ്ങൾക്ക് എപ്പിസോഡിന്റെ റെസ്പോൺസസ് ഇടുമ്പോൾ അവിടെ ഇട്ടാലും മതിയാവും. എനിക്ക് തിരിച്ചതില് റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൻ്റെ അകത്തില്ല. ബട്ട് യൂട്യൂബിൽ കമന്റ് സെക്ഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ അകത്ത് ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ കമന്റ് ഒക്കെ ഇടുക, പറയുക, എങ്ങനെയാണെന്ന് പറയുക. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിയോ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ, അതോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ പറയുക. എന്തെങ്കിലും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചായിരുന്നു. അപ്പം മേ ബി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ബട്ട് എനിവേസ്, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് കൽക്കിനെ കുറിച്ച്. അപ്പം നമ്മുടെ അവരെടുത്ത ആ എഫേർട്ടിന് നമ്മൾ തീർച്ചയായിട്ടും ഒരു കൈയടി കൊടുക്കേണ്ടതാണ്. കാര്യം ആദിപുരുഷന്റെ ഒക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അപ്പം എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സംഭവം എടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായത്തിലുള്ള ആളാണ് ഞാൻ. അത് നിങ്ങളൊരു കാര്യം എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല, അതെങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. നമുക്കിപ്പോൾ ഒരു ഐഡിയ എടുത്തിട്ട്, ഇപ്പം മഹാഭാരതത്തിന്റെ ആ കഥയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുള്ളി ഒരു സ്റ്റാർ വാർസ് അല്ലെങ്കിൽ ഒരു ഡ്യൂൺ പോലത്തെ ഒരു വേൾഡിൽ സെറ്റ് ചെയ്ത് നമുക്ക് തരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് ഇങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ കാണുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പം അങ്ങനത്തെ ഇത് എഫേർട്സിന് നമ്മൾ നല്ല കൈയടി കൊടുക്കണം. അപ്പൊ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കൽക്കിയുടെ വിഷ്വൽസും ആ ഒരു ഗ്രാൻഡിയർ ഒക്കെ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് മൂവിയാണ്. അപ്പൊ ഇത് തിയേറ്ററിൽ മിസ്സാക്കുക എന്ന് പറയുന്നത് സുഖമുള്ള പരിപാടിയല്ലല്ലോ. അപ്പം എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. നാളെ കൽക്കി കണ്ടിട്ട് വന്നിട്ട് ഞാൻ വേണമെങ്കിൽ റിവ്യൂ പോലെ നമ്മൾ ഇടാറില്ല, ബട്ട് എന്റെ തിയറികൾ എന്തുമാത്രം ശരിയായി, എന്തുമാത്രം ഉപസ്ഥലം ഞാൻ വിളിച്ചു പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു എപ്പിസോഡ് ഇടാം. പിന്നെ നമ്മുടെ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഫോളോ ചെയ്യുക. സ്പോട്ടിഫൈയിലാണെങ്കിൽ റേറ്റിംഗ്സ് കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ പല പരിപാടികളൊക്കെ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഞങ്ങളെ ഫോളോ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എൻഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് മീ, മിസ്റ്റർ ദിഗംബരൻ, സൈനിങ് ഓഫ്. ബൈ.